ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറുവത്തൂരിലെ ഒരു ഫെസ്റ്റിൻ്റെ അടുത്താണ്. അപ്പം ഈ ഒരു ഫെസ്റ്റ് ഇപ്പോൾ എല്ലാ നാട്ടിലും നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ നാട്ടിലും ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൻ്റെ അകത്തേക്ക് നമുക്ക് കടന്നു പോകാൻ വേണ്ടി ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഉള്ളിൽ കയറുമ്പം നല്ലൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു വൈബാണ് ഇതിനുള്ളിൽ. പിന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. കുറേ മൃഗങ്ങളെ രൂപങ്ങളും പിന്നെ അതിൻ്റെ ശബ്ദങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആന, കരടി, മറ്റേ ഇത് കങ്കാരു, കാണ്ടാമൃഗം, അങ്ങനെ കുറേ മൃഗങ്ങളെ രൂപങ്ങളും ശബ്ദങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞായറാഴ്ച എല്ലാം നല്ല ആളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഇന്ന് ഞാൻ പോയ സമയത്ത് അത്ര ആളുണ്ടില്ല, എന്നാലും കുറേ ആൾക്കാരുണ്ടായിന്. അപ്പം ഞാനും പിന്നെ എൻ്റെ സിസ്റ്ററും പിന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയത്. അപ്പം നമ്മൾ നടന്നിട്ട് ഇതിനുള്ളിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയെല്ലാം കാണുന്ന ആ ഒരു ഇലയുണ്ടല്ലോ, ആ ഒരു ഇലേൻ്റെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അവർ മരത്തിട്ട്. അപ്പം അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ചില്ലുകൂട്ടിൽ കുറേ മീനുകളും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കുറേ പക്ഷികൾ, പ്രാവുകൾ, പിന്നെ ഇതുപോലത്തെ ഈ ഒരു തത്തയുണ്ടല്ലോ അത്. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. എനിക്കൊന്ന് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പം അങ്ങനത്തെ എല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ താറാവ് ഉണ്ടായിന്. അപ്പോൾ താറാവിനെ കണ്ടേരം കുറച്ച് ഒരു സമാധാനം ഉണ്ടായിന്. പിന്നെ പിന്നെ ഇതുപോലെയുള്ള കുറേ മോതിരങ്ങൾ അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതിന് ഞാൻ വിലയെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം ഒന്നിന് ഏകദേശം ഒരു 100 രൂപയെല്ലാം പറഞ്ഞിനവർ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോയി, ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചീപ്പ്, പിന്നെ കത്രിക, പിന്നെ അങ്ങനെ കുറേ പാത്രങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. പിന്നെ കുറേ പൂക്കൾ നിരത്തി വെച്ചിട്ടുണ്ടായി, റോസാപ്പൂക്കൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഇതുപോലത്തെ തൊട്ടിലും പിന്നെ തൊട്ടിലാട്ടങ്ങളും പിന്നെ തോണി, പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കുന്ന ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടായിന്. അപ്പോൾ കുറേ കുട്ടികൾ അതിൽ കയറി കളിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഉണ്ടായിന്. പിന്നെ നമ്മൾ ഈ ഒരു തൊട്ടിലാട്ടത്തിൽ കയറിന്. അപ്പം അതിലേക്ക് ഇപ്പോൾ കയറാൻ വേണ്ടിയിട്ട് പോയിരുന്നു നമ്മ. അപ്പോൾ ഇതിന് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 100 രൂപയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ മൂന്നാളും കൂടിയിട്ട് മൂന്നാളും ഒരു സീറ്റിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം മൂന്നാൾക്ക് ഒന്നിൽ കയറാൻ പറ്റില്ല, രണ്ടാൾ മാത്രമേ ഒന്നിൽ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും ഒന്നിൽ കയറി. പിന്നെ ഞാൻ ഒറ്റക്കാണ് ഒരു ഇതിൽ കയറിയത്. ശരിക്കും ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം മുകളിലേക്ക് പോയിട്ട് അത് താഴേക്ക് വരുമ്പോൾ നമുക്കൊരു നെഞ്ചിലൊരു ഞെട്ടലാണ് ഭയങ്കരം. അത് ഒരു നമ്മൾ അതിൽ കയറിയിട്ട് തന്നെ അത് അനുഭവിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതിൽ ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിന്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര ഒരു സ്പീഡ് കൂടുന്തോറും നമുക്കൊരു പേടി കൂടും. അപ്പോൾ ഇത് മേലെ പോയി നിർത്തിന്. അപ്പോൾ താഴെ അവരെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ഞാനങ്ങനെ നിലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കയറുന്നത് ഭയങ്കര നമുക്ക് പേടിയാണ് ഭയങ്കരം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇത് തോണിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ കയറിയിന്. ആദ്യം അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ കൂക്കി സ്പീഡ് കൂട്ടാനും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവർ നിർത്താനാന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു മുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു ഭയം ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് താഴെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. അപ്പം നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്.